വളരെ നിർണായകമായ ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ വിപണിയുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിപണിയിൽ തുടർന്ന നിക്ഷേപ താൽപര്യത്തിനൊടുവിൽ കഴിഞ്ഞയാഴ്ച വിപണി ക്രമപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. 17,300 എന്നുള്ള നിലവാരത്തിൽ വിപണി ക്രമപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞയാഴ്ച ഉണ്ടായി. അതിന് വിപണിയെ സ്വാധീനിച്ച രണ്ട് പ്രധാന ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആഗോള വിപണികളിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായിട്ടുള്ള തിരുത്തലാണ്. US-ൽ ജോബ് ഡാറ്റ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നഷ്ടം, വിൽപ്പന ഡോ ജോൺസ് സൂചികയിൽ ഏതാണ്ട് 400 പോയിന്റിന്റെ വരെ നഷ്ടം ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. ഒപ്പം തന്നെ അത് മറ്റ് വിപണികളിൽ, പ്രത്യേകിച്ചും ഏഷ്യൻ വിപണികളിലും സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ നമ്മുടെ വിപണിയിൽ മാത്രമാണ് കാര്യമായ ഒരു മാറ്റമില്ലാതെ നിലകൊണ്ടത്. എന്നാൽ വരും ആഴ്ചകളിൽ അത് തന്നെ ആവർത്തിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു തിരുത്തൽ വിപണിയിൽ ഉണ്ടാകാമെന്നാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിക്ഷേപ തീരുമാനം അല്ലെങ്കിൽ നിക്ഷേപ രീതിയായിരിക്കണം വരുന്ന ദിവസങ്ങളിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങളിൽ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തണം. വലിയൊരു തിരുത്തൽ വിപണിയിൽ ഉണ്ടാവില്ലെങ്കിൽ കൂടി ഒരു ഹ്രസ്വകാലത്തേക്ക് ഈ രീതിയിൽ വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഒപ്പം നേരിയ തോതിലുള്ള തിരുത്തലിനും വിപണിയിൽ സാധ്യതയുണ്ട്. എന്നാൽ മധ്യകാല ദീർഘകാലയളവിലേക്ക് വിപണിയിലെ ഇപ്പോഴത്തെ ഒരു നിലവാരം വളരെ മുന്നോട്ട് തന്നെ എന്നുള്ള സൂചനകളാണ് ഉള്ളതെങ്കിൽ കൂടിയും ഹ്രസ്വകാലത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാനുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു തിരുത്തലിന് സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങളായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ അവസാന 2-3 ദിവസങ്ങളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. അതും ഇതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച വളരെ നിർണായകമാണ്. വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുള്ള വിപണി തുടരാം. ഒപ്പം നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ചെറുകിട നിക്ഷേപകർ അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു നിക്ഷേപ തീരുമാനമായിരിക്കണം ഈ ഒരാഴ്ച കൈക്കൊള്ളേണ്ടത്. നിഫ്റ്റി മുൻനിര സൂചികയായി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സാങ്കേതികമായി 17,300 എന്നുള്ളതാണ് നിഫ്റ്റിയുടെ ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ 17,300 താഴെ നീങ്ങുകയും 17,200 ഭേദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 17,000 വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറിച്ചാണെങ്കിൽ 17,400 മുകളിൽ വ്യാപാരം തുടരേണ്ടതുണ്ട്. അതിന് തൊട്ട് മുൻപിലെ ഉയർന്ന നിലവാരം 17,400 മുകളിലായതുകൊണ്ട് 17,400 ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് 17,500 എത്തും എന്ന് കരുതാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നിർണായകമായ ഒരു നിലവാരമാണ്. അതുകൊണ്ട് വളരെ കരുതലോടെ ഈ ഒരു ആഴ്ച വിപണിയിൽ